അതായത് നമ്മുടെ യേശുവിൻ്റെ ജീവൻ നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയൊരു മാറ്റം വരികയാണ്. നമ്മുടെ രീതികളിൽ മാറ്റം വരും. ഇപ്പം മദ്യപാനി മാനസാന്തരപ്പെട്ടു, അവൻ്റെ മദ്യപാനം മാറി എന്നുകൊണ്ട് അവന് വലിയ മാറ്റം വരുന്നില്ല. മദ്യപാനം മാത്രം മാറിയിട്ട് കാര്യമില്ല. യഥാർത്ഥമായി അവനിലേക്ക് യേശു വരുമ്പോൾ അവൻ്റെ എല്ലാ ഡയമെൻഷനിലും അവന് മാറ്റം വരുവാണ്. അവൻ്റെ നോട്ടത്തിൽ, അവൻ്റെ സംസാരത്തിൽ, അവന് പുതിയൊരു ഭാഷയിൽ സംസാരിക്കും. ബൈബിൾ പുതിയ ഭാഷ എന്ന് പറയുമ്പോൾ ഭാഷാപരത്തെ പറ്റി പറയുന്നുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അത് അംഗീകരിക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ പുതിയ ഭാഷയിൽ സംസാരിക്കും എന്ന് പറയുന്നത് ഞാൻ അതിനെപ്പറ്റിയല്ല വ്യാഖ്യാനിക്കുന്നത്. ഞാൻ പറയുന്നത് അവൻ്റെ ഭാഷ രീതി മാറും, അവൻ്റെ ഭാഷയിലെ അശ്ലീലത മാറും, അവൻ്റെ നോട്ടത്തിലെ അശ്ലീലത മാറും. അത് പതുക്കെ പതുക്കെ കർത്താവ്, നമ്മുടെ ഇഷ്ടത്തിനല്ല, കർത്താവ് നമ്മളെ നടത്തുമ്പോഴത്തേക്ക് അത് പതുക്കെ പതുക്കെ നമ്മളിൽ നിന്ന് അകന്നു മാറുകയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്. ആ ഒരു അർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ നമ്മൾ എന്നും കിടക്കാൻ പോകുമ്പോൾ നമ്മളെ ശുദ്ധീകരിച്ചിട്ട് നമ്മുടെ ആയുസ് എപ്പോഴാണ് തീരുന്നത് പറയാൻ പറ്റത്തില്ല. കർത്താവ് എപ്പോഴാണ് വിളിക്കുന്നത് പറയാൻ പറ്റത്തില്ല. നമ്മളൊക്കെ ബലഹീനരാണ്. നോട്ടത്തിലും ചിന്തയിലും വിചാരത്തിലും ഒക്കെ നമ്മൾ 100 കൂട്ടം പാപങ്ങൾ നമ്മൾ ചെയ്ത് കൂട്ടുന്നുണ്ട് ഒരു ദിവസം തന്നെ. ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും നമ്മൾ എത്രയോ പേരെ വിധിക്കാറുണ്ട്. അതെല്ലാം നമ്മൾ വൈകുന്നേരം കിടക്കുമ്പോൾ ഇപ്പം ഒച്ചത്തിൽ പ്രാർത്ഥിക്കണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നു. നമ്മുടെ ദൈവത്തോട് കഥകടച്ച് സംസാരിക്കണമെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് പൂർണ്ണമായി തുറന്നു വെക്കുക. നമ്മുടെ പാപങ്ങൾ പൂർണ്ണമായും ദൈവത്തിൽ ഓരോന്നോരോന്നായി പറയുക. എനിക്ക് ഇന്ന ബലഹീനതയുണ്ട് കർത്താവേ, നീ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ അനുദപിക്കുക. എല്ലാ ദിവസവും അനുദപിക്കുക. അങ്ങനെ ഞായറാഴ്ച നമ്മൾ പോയി അച്ഛൻ കുമ്പസാര പ്രാർത്ഥന ചൊല്ലുമ്പോൾ അത് ഏറ്റു പറയുമ്പോൾ അത് നമുക്ക് വലിയൊരു അനുഭവമായി മാറും. ഈ 2020 മുമ്പ് അച്ഛൻ പറയുന്നു, ഞാൻ ഏറ്റു പറയുന്നു, അച്ഛൻ പറയുന്നു, ഞാൻ ഏറ്റു പറയുന്നു. എനിക്ക് അതിനകത്ത് വലിയൊരു വ്യത്യാസം എനിക്ക് കാണുന്നില്ല. ഞാൻ കൊള്ളുന്നതിലും എനിക്ക് വലിയ വ്യത്യാസം കാണുന്നില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, പള്ളിയിൽ പോയാൽ നമ്മൾ മാറണം, അല്ലെ പള്ളിയിൽ പോകണ്ട. പള്ളിയിൽ പോകുന്നത് എന്തിനാണ്? നമ്മുടെ ജീവിതം മാറാൻ വേണ്ടിയാണ് നമ്മൾ പള്ളിയിൽ പോകുന്നത്. നമ്മൾ ഓരോ കാര്യത്തിന് നമ്മൾ പോകുന്നത് എന്തിനാണ്? അത് നമുക്ക് അതിനൊരു ലഹരി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കർത്താവ് നമുക്കൊരു ലഹരി ആയില്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോയോണ്ട് നമുക്കൊരു ആചാരമായി മാറത്തുള്ളൂ. അതിനകത്ത് വേറെ ഒരു വ്യത്യാസവും നമ്മുടെ ജീവിതത്തിൽ വരും. അതാണ് ഈ പറയുന്ന ദൈവവും യേശുവും തമ്മിലുള്ള ആടും തമ്മിലുള്ളൊരു ബന്ധം. ഇടയനും ആടും തമ്മിലൊരു ബന്ധം ഉണ്ടായാലാണ് അവിടാണ് അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അവൻ മതത്തിൽ, ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ അവൻ നിന്നു പോകത്തേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സ്വരം മാറും. ഈ 16-ാം അധ്യായത്തിൽ പറയുന്നത് നമ്മൾ മറ്റുള്ളവരോട് യേശുവിനെ പറ്റി പറയാൻ ശ്രമിക്കും. ഇപ്പോൾ ഇന്ന് പള്ളിയിൽ വന്നു നമ്മുടെ മർത്തോബ സഭയ്ക്ക് സുവിശേഷകർ അവരെന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്, എന്തുമാത്രം നോർത്ത് ഇന്ത്യയിൽ പോയി പല ആൾക്കാരോട് പറയുന്നുണ്ട്. അതൊക്കെ അവർ യേശുവിന് വേണ്ടി അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ദാഹം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അപ്പം അതുപോലെ നമുക്ക് അവിടെ പോയി ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ ഇടയിൽ മാത്രമേ പറ്റത്തുള്ളൂ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അടുത്ത് വരുന്നവരോട്. എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പരിമിതിയിൽ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അത് നമുക്കത് പൂർണ്ണമാക്കാൻ പറ്റത്തില്ല. എങ്കിലും നമ്മൾ ശ്രമിക്കുമ്പോൾ ദൈവം നമുക്ക് അതിനുള്ള അവസരങ്ങൾ മുമ്പിൽ കൊണ്ടുതരും. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ നമുക്ക് പല ആൾക്കാരെ നമ്മൾ ക്രിസ്തുവിലേക്ക് നമ്മുടെ ജീവിതം നന്നായി കാണിച്ച് ക്രിസ്ത്യാനിറ്റിയെ അതായത് ക്രിസ്തീയ മതത്തെ പണ്ടുള്ള ആ ഒരു ബഹുമാനം ഇപ്പോൾ ആൾക്കാർക്കില്ല. എന്തുകൊണ്ട്? നമ്മൾ നന്നായി ജീവിക്കാത്തതുകൊണ്ടാണ്, വേറൊന്നുമല്ല. നമ്മൾ നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ കർത്താവിനോട് ഏറ്റു പറഞ്ഞ് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ അത് കണ്ട് ക്രിസ്തുവിലേക്ക് ആൾക്കാർ ആകർഷിക്കപ്പെടും. അതാണ് വേണ്ടത്. അതാണ് യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത്. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന സുവിശേഷം അത് മാത്രമാണ്. മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുക, മറ്റ് നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഇതിലൊക്കെ ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. ഏറ്റവും അവസാനം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അവ എൻ്റെ സ്വരം ശ്രവിക്കും, അങ്ങനെ ഒരാട്ടിൻപറ്റവും ഒരാടും ഒരിടയനും ആയി മാറും. അതായത് ദൈവത്തിൻ്റെ സ്വരം നമ്മൾ കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. പല രീതിയിലാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. വചനത്തിലൂടെ സംസാരിക്കും, ആത്മാവിൽ നമ്മളോട് സംസാരിക്കും, ചിന്തയിൽ ദൈവം നമ്മളോട് സംസാരിക്കും, പല മനുഷ്യരോട് നമ്മൾ സംസാരിക്കും, വചനത്തിലൂടെ നമ്മൾ സംസാരിക്കും, വചന പ്രഘോഷണത്തിലൂടെ നമ്മൾ സംസാരിക്കും. അതിനുവേണ്ടിയുള്ളൊരു ദാഹം നമ്മൾ വരണം. എങ്കിൽ മാത്രമേ ആ യേശുവിനോടുള്ള ഒരു സ്നേഹവും അടുപ്പവും നമുക്ക്, ഒരു ഇടയനും ആടും തമ്മിലൊരു അടുപ്പം നമുക്ക് വരികയുള്ളൂ. അതിനുവേണ്ടി ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്ക് ദൈവത്തോട് അടുക്കാനുള്ള ഒരു സ്നേഹം, ആഗ്രഹം നീ എൻ്റെ ഉള്ളിൽ തരണമേ. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ചില സമയങ്ങളിൽ ആ ആഗ്രഹങ്ങൾ കുറയുന്ന പോലെ ഉള്ളിൽ തോന്നൽ വരും. ആ സമയത്ത് ദൈവത്തോട് ഏറ്റു പറയും, കർത്താവേ, എനിക്കൊരാഗ്രഹം വരുന്നില്ല, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, എൻ്റെ ഒരു എനർജി കുറയുന്ന പോലെ തോന്നുന്നു, നീ എന്നെ സഹായിക്കണമേ എന്ന് പറയുമ്പോൾ പല രീതികളിൽ ദൈവം നമ്മുടെ മുമ്പിൽ വരും.
പല ആൾക്കാർ മുഖേന, പല അച്ഛന്മാർ, കൂടുതലും ഇന്ന് വൈദിക ദിനം, എന്നെ കൂടുതൽ സ്പർശിച്ചത് വൈദികരാണ്. എൻ്റെ ജീവിതം കർത്താവിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകുന്ന എന്നെ നയിച്ചത് വൈദികർ മാത്രമാണ്. അവരിലൂടെയാണ് എനിക്ക്, പല സഭകളിലുള്ള വൈദികർ, അവരിലൂടെയാണ് എനിക്ക് കൂടുതൽ ലഭിച്ചത്. അവർ വഴികാട്ടിയാണ് എനിക്ക്. അപ്പം അങ്ങനെ ദൈവം നമുക്ക് ഓരോ അവസരങ്ങൾ തരും. ദൈവത്തോട് നമ്മൾ ചോദിച്ചാൽ കിട്ടാത്തായിട്ട് ഒന്നുമില്ല. ദൈവം ഏത് വചനം ഞാൻ ഓർക്കുന്നത്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനെ അധികമായി തരും. പരിശുദ്ധാത്മാവിനെ ഓൾറെഡി അച്ഛൻ പല പ്രസംഗത്തിലും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാമോദിസ വഴി പരിശുദ്ധാത്മ ഓൾറെഡി നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ അതിനെ നമ്മൾ താത്തിടുകയാണ്. നമ്മൾ അതിനെ ഭക്ഷണം കൊടുക്കുന്നില്ല. ഭക്ഷണം കൊടുത്താലേ അത് നമ്മളോട് നല്ല പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ ഉണ്ടാകത്തുള്ളൂ. നമുക്ക് പല പ്രാവശ്യം നമ്മുടെ ഉള്ളിൽ തെറ്റ് വരും. അത് തിരുത്തി മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ, നമ്മൾ തിരിച്ച് ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ യേശുവിനെ പോലെ ആയി തിരിച്ചു പോകുവാൻ, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ ജീവൻ നിങ്ങളിലേക്ക് തരുമെന്ന് പറഞ്ഞത് കർത്താവിൻ്റെ ആഗ്രഹം അതാണ്, യേശുവിനെ പോലെ ആകുക.